ക്ലാസ്സിൽ എക്സസൈസ് 9.3-ലെ 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഡബിൾഡ്, ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ്സ് സർഫസ് ഏരിയ ഇൻക്രീസ്? ആദ്യം ഈ ഫസ്റ്റത്തെ നോക്കാം. അതായത് ഒരു ക്യൂബിൻ്റെ ഓരോ എഡ്ജും ഒരു ക്യൂബിൻ്റെ ഓരോ എഡ്ജും ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്ര ടൈംസ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും? എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ലെറ്റ് ദ ഇനീഷ്യൽ എഡ്ജ് ഓഫ് എ ക്യൂബിനെ എന്തായിട്ട് എടുക്കാം? നമുക്ക് എ. ഇനീഷ്യൽ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ സൈഡ്, അത് എഡ്ജ് എന്തായിട്ട് എടുക്കാം? എ ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ എന്നാലേ അടുത്ത ഇതിൽ നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ലെറ്റ് ദ ഇനിഷ്യൽ എഡ്ജ് ഓഫ് എ ക്യൂബിന് എന്തായിട്ട് എടുക്കാം? വേരിയബിൾ എ. ഇനി നമുക്കതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ഇനിഷ്യൽ സർഫസ് ഏരിയ ഓഫ് the cube. Initial surface area of the cube equal to surface area equation എന്താ? 6 into side into side. ക്യൂബിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള സർഫസ് ഏരിയ ആണ് ഞാൻ ഷോർട്ടായിട്ട് എസ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനിഷ്യൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. സർഫസ് ഏരിയയുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓരോ എഡ്ജും എന്തായിരിക്കും? എ എന്നുള്ളതാണ്. എ ആയിട്ടാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു സൈഡിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു സൈഡ് എത്രയാണ്? എ ആണ്. അപ്പോൾ എ ഇൻറ്റു എ, അതായത് 6a². അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എ ആയിട്ടാണ്. ഇനിഷ്യൽ എഡ്ജിനെ എടുക്കുന്നത് എ ആയിട്ട്. ആ എയുടെ വെച്ചിട്ട് നമ്മൾ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. 6 ഇൻറ്റു സൈഡാണ്. അപ്പോൾ 6 ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ ആൻസർ 6a² കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ന്യൂലി ഫോംഡ് ക്യൂബ്. അപ്പോൾ ന്യൂ ആയിട്ട് പുതിയ ക്യൂബിന് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അതിനെ ഈച്ച് എഡ്ജും എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. ഓരോ എഡ്ജും ഡബിൾ ചെയ്യണം. ഡബിൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുടെ ഡബിൾ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം എ വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത കേസിൽ എന്ത് ചെയ്യണം? അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a അല്ലേ? അപ്പോൾ നമുക്ക് എടുത്തെഴുതാം. ന്യൂ എഡ്ജ് ഓഫ് ദ ക്യൂബ് എന്താണ്? 2a. കാരണം എന്തായിരുന്നു? ആദ്യം എടുത്തത് നമ്മൾ എ ആയിട്ടാണ്. ഇനി അതിന് ഡബിൾ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് ഡബിൾ എന്ന് പറയുമ്പോൾ എന്തായി? 2a. ഇനി അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയ. ന്യൂ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ്. ഇനി ഇക്വേഷൻ എന്താ? 6 ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 6 ഇൻറ്റു സൈഡ് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ന്യൂലി ഫോംഡിൻ്റെ സൈഡ് 2a ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡ് 2a ഇൻറ്റു 2a, അതായത് 6 ഇൻറ്റു 2a ദ ഹോൾ സ്ക്വയർ. 2a ഇൻറ്റു 2a എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം അല്ലേ? 2a, അതായത് 2a ഇൻറ്റു 2a. 2a 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എഴുതണം എങ്ങനെയാണ്? 2a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ സർഫസ് ഏരിയ കിട്ടി. ഇനിഷ്യൽ ക്യൂബിൻ്റെ എന്തായിരുന്നു? 6a². ന്യൂലി ഫോംഡ് ക്യൂബിൻ്റെ സർഫസ് ഏരിയ 6 ഇൻറ്റു 2a². അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ടൈംസ് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സർഫസ് ഏരിയ. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് ഇൻക്രീസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബ്. ന്യൂ ക്യൂബിൻ്റെ സർഫസ് ഏരിയനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? സർഫസ് ഏരിയ ഓഫ് ഇനിഷ്യൽ ക്യൂബ്. അപ്പം ന്യൂ ക്യൂബിൻ്റെ സർഫസ് ഏരിയനെ ഇനിഷ്യൽ ക്യൂബിലെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തെന്ന് കിട്ടും. ഇനി നമുക്ക് അതിൽ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സർഫസ് ഏരിയ ഓഫ് ന്യൂ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? 6 2a the whole square.
അതുപോലെ ഇനിഷ്യൽ ക്യൂബ് എന്തായിരുന്നു 6a². നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് എളുപ്പത്തിൽ എഴുതാനായിട്ട് 2 × 2a² എന്ന് പറയുമ്പോൾ 2 raised to 2, 2നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 raised to 2a the whole square ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 2ൻ്റെ 2² എന്ന് പറയുമ്പോൾ 2 × 2 4. ഇനി ഇവിടെ a ആണ്, ഇവിടെ സ്ക്വയർ. a 2 ടൈംസ് എന്ന് പറയുമ്പോൾ a². ഓക്കെ, 2a the whole square എങ്ങനെ എഴുതാം? 4a² എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം 6 × 2a the whole square എങ്ങനെ എഴുതാം? 4a raised to 2 divided by 6 × a². ഇനി ഈ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്യാം. a² ഇവിടെയുമുണ്ട്, മുകളിലുണ്ട് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും a² ക്യാൻസൽ ചെയ്തു. ഇനി ബാലൻസ് എന്തുണ്ട്? 4. 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 4. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് എത്ര ഇൻക്രീസ് ചെയ്യും? 4 ടൈംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 4. Hence, its surface area will increase 4 times. ക്യൂബിൻ്റെ ഈച്ച് എഡ്ജ് ഡബിൾ ആക്കുമ്പോൾ സർഫസ് ഏരിയ മുമ്പുണ്ടായിരുന്ന സർഫസ് ഏരിയനേക്കാളും എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. 2 ടൈംസ് ഇവിടെ ഈച്ച് എഡ്ജ് ഡബിൾ ആക്കുമ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഇതുപോലെ എഴുതാൻ കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. 6 × 2a² എന്നുള്ളത്, ഈ 2a² എന്നുള്ളത് നമ്മൾ 2² 4 എന്നും a² അങ്ങനെ എഴുതി നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിലാണ് അങ്ങനെ എഴുതിയത്. എന്നിട്ട് നമുക്ക് ആൻസർ 4 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ടൈംസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സർഫസ് ഏരിയ ആണ്. ഇനി അതിൻ്റെ വോളിയം എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? എങ്ങനെ? ഈച്ച് എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് ഡബിൾഡ്. അതിൻ്റെ ഈച്ച് എഡ്ജ് എന്ത് ചെയ്യാൻ? ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം വോളിയം ഇൻക്രീസ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് എഴുതണം? വോളിയം ഓഫ് ഇനിഷ്യൽ ക്യൂബ്. ആദ്യമുള്ള ആ ക്യൂബിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? വോളിയം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു ഇനിഷ്യൽ ക്യൂബിൻ്റെ ഓരോ എഡ്ജിനെയും നമ്മൾ എ ആയിട്ടാണ് എടുത്തത് അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? a × a അല്ലേ? ഇനിഷ്യൽ ക്യൂബിൻ്റെ ഓരോ എഡ്ജിനും നമ്മൾ എടുത്തത് എ എന്നുള്ള വേരിയബിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത് a. അതുകൊണ്ട് തന്നെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് സൈഡ് ഇൻറ്റു സൈഡ്. സോ a × a. അപ്പോൾ എത്ര കിട്ടും? a raised to 3. ഇത് a ആണെങ്കിലാണ് 3a എന്ന് വരുന്നത്. അതുപോലെ 3a എന്ന് എഴുതി വെക്കരുത്, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ a × a എന്ന് പറയുമ്പോൾ a raised to 3 ആണ് വരുന്നത്. പ്ലസ് ആണെങ്കിലാണ് എന്ത് വരുന്നത്? 3a എന്നുള്ളത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് വോളിയം ഓഫ് ന്യൂ ക്യൂബ്, പുതിയ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂ ക്യൂബ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഈച്ച് എഡ്ജ് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അപ്പോൾ a എന്നുള്ളത് എന്തായി മാറും? 2a അല്ലേ? a എന്നുള്ളത് ഓരോ സൈഡും 2a ആയി മാറും. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 2a × 2a. അതായത് എന്ത് ചെയ്താം? 2a ദ ഹോൾ ക്യൂബ്. നമ്മൾ ഇനിഷ്യൽ ക്യൂബിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ വോളിയവും ഈ ക്യൂബ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ന്യൂലി ഫോംഡ് ആയത് എഡ്ജ് ഡബിൾ ചെയ്തിരിക്കുന്ന ആ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിച്ച് 2a ദ ഹോൾ ക്യൂബ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. വോളിയം ഓഫ് ന്യൂ ക്യൂബ് divided by
വോളിയം ഓഫ് ഇനിഷ്യൽ ക്യൂബ് അല്ലേ, ആദ്യം ഉണ്ടായ ക്യൂബ് ഇനിഷ്യൽ ക്യൂബ്. വോളിയം ഓഫ് ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഇനിഷ്യൽ ക്യൂബ് ചെയ്യാം. ന്യൂ ക്യൂബിൻ്റെ ഫോർമുല എന്താണ് നമുക്ക് കണ്ടുപിടിച്ചത്? 2a ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ഇനിഷ്യൽ ക്യൂബിൻ്റെ എന്തായിരുന്നു? a⁻3 a ക്യൂബ്. ഇനി നമുക്ക് 2a ദ ഹോൾ ക്യൂബ് എന്നുള്ളത് എങ്ങനെ എഴുതാം? 2നെ ഇതെങ്ങനെയാണ്? 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into 2 4, 4 into 2 8 അല്ലേ. അതല്ല ഈ 2 raised to ഈ 3യുടെ മീനിങ് എന്താ? 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 8. ഇനി അതുപോലെ തന്നെ എനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? a⁻3 a into a into a എത്രയാ? a3. അപ്പോൾ a3 അല്ല a⁻3. അപ്പോൾ 8 a⁻3. അപ്പോൾ നമുക്കിവിടെ അതുപോലെ എഴുതാം 8 into a⁻3. ഇനി ഡിവൈഡ് ബൈ എന്താണ്? a⁻3. ഇനി a⁻3 ഇവിടെയുണ്ട്, താഴെയുണ്ട്, രണ്ടിനെ നമ്മൾ ക്യാൻസലാക്കി. ഇനി ബാലൻസ് എന്തുണ്ട്? 8. അപ്പോൾ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? 8. ഹെൻസ് ഇറ്റ്സ് വോളിയം will increase times. ഓക്കെ. അപ്പോൾ വോളിയം ഇനിഷ്യൽ ക്യൂബിനേക്കാളും ക്യൂബിൻ്റെ എഡ്ജ് ഡബിൾ ചെയ്യുമ്പോൾ എത്ര വോളിയം ഇൻക്രീസ് ചെയ്യും? 8 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, thank you.